Hi dear friends, welcome back to my channel DIY നാച്ചുറലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അണ്ടർ ആംസിലെ കറുപ്പ് നിറം പെർമനൻ്റ് ആയിട്ട് മാറ്റിയെടുക്കാനുള്ള നല്ലൊരു ഹോം റെമഡി ആയിട്ടാണ്. ഒരുപാട് പേർക്കുള്ള ഒരു പ്രശ്നമാണ് അണ്ടർ ആംസിലെ കറുപ്പ് നിറം. പ്രത്യേകിച്ച് സ്ലീവ്ലെസ് ഡ്രസ്സൊക്കെ നമ്മൾ ഇടുന്ന സമയത്ത് അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ, വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കോണും കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അതിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഈ ഒരു ടിപ്പിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് തൈരാണ്. 2 ടീസ്പൂൺ തൈരാണ് നമുക്ക് വേണ്ടത്. വീട്ടിലുണ്ടാക്കിയതോ അല്ലെങ്കിൽ പുറത്തുനിന്ന് മേടിക്കുന്ന തൈരോ നിങ്ങൾക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാം. തൈരാണ് മെയിനായിട്ട് നമ്മുടെ അണ്ടർ ആംസിലൊക്കെ ഉണ്ടാകുന്ന കറുപ്പ് നല്ല രീതിയിൽ നീക്കം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. നമ്മൾ ഫേസിലൊക്കെ തൈര് യൂസ് ചെയ്യുമല്ലോ, അതുപോലെ തൈര് നമുക്ക് അണ്ടർ ആംസിലും യൂസ് ചെയ്യുന്നത് നല്ലതാണ്. വെറുതെ നമ്മൾ തൈര് അപ്ലൈ ചെയ്ത് കൊടുത്താലും ആ കറുപ്പ് കളറൊക്കെ മാറിയിട്ട് നിറം വയ്ക്കാനായിട്ട് സഹായിക്കും. പിന്നെ അടുത്തതായിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് 1 ടീസ്പൂൺ അരിപ്പൊടിയാണ്. അരിപ്പൊടിയാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് തന്നെ നമ്മുടെ സ്കിന്നിലെ കറുപ്പ് നിറം മാറ്റിയിട്ട് ലൈറ്റൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്ത ഇൻഗ്രീഡിയൻറ്റ് 2 ടീസ്പൂൺ ബീട്രൂട്ട് ജ്യൂസാണ്. നിങ്ങളുടെ കയ്യിൽ ബീട്രൂട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് ടൊമാറ്റോ ജ്യൂസോ അല്ലെങ്കിൽ കുക്കുംബർ ജ്യൂസോ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും കൂടി ഈ 3 ഇൻഗ്രീഡിയൻസ് കൂടി എടുത്തതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഈ പാക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ളത് പറയാം. നിങ്ങൾ ഈ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് ഒരു ടവല് ചൂടുവെള്ളത്തിൽ മുക്കി പിഴിഞ്ഞതിന് ശേഷം ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ അണ്ടർ ആംസിൽ ഒന്ന് സ്റ്റീം ചെയ്യിക്കുക. ആ ഭാഗം ഈ ടവൽ ഉപയോഗിച്ചിട്ടൊന്ന് തുടച്ചെടുക്കുക. അപ്പോൾ അവിടെയുള്ള ആ പോഴ്സൊക്കെ ഓപ്പൺ ആവും, അഴുക്കുകളൊക്കെ തന്നെ നന്നായിട്ട് ഇളകി വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം നിങ്ങൾ ഈ പാക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു 10-20 മിനിറ്റ് അത് അങ്ങനെ തന്നെ വയ്ക്കുക. 10-20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അത് നന്നായിട്ട് തന്നെ ഉണങ്ങി വരും. അതിനുശേഷം നോർമൽ വാട്ടറിൽ കഴുകിയെടുക്കുക. പിന്നെ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് കഴുത്തിലോ അല്ലെങ്കിൽ കൈമുട്ടിലോ ഈവൻ ഫേസിലോ ഒക്കെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇരുണ്ട നിറമൊക്കെ മാറിയിട്ട് സ്കിൻ വൈറ്റനിങ് ആവും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ആഴ്ചയിൽ 3 പ്രാവശ്യമായിട്ട് ചെയ്തുകൊണ്ട് വരിക. അപ്പോൾ നല്ല രീതിയിലുള്ള മാറ്റാട്ടോ ഉണ്ടാവുക. അണ്ടർ ആംസിലുള്ള ആ കറുപ്പ് കളറൊക്കെ പോയി കിട്ടും, നല്ല വൈറ്റനിങ് ആവും. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് നമ്മൾ ട്രൈ ചെയ്തിട്ട് സക്സസ് ആയത് മാത്രമാട്ടോ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ. ഏതൊരു വീഡിയോ ആണെന്നുണ്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടുന്നത് മാത്രമാണ് ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ. യാതൊരു സൈഡ് എഫക്ട്സും ഇല്ല. പിന്നെ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഇത് യൂസ് ചെയ്യാം. പിന്നെ ഏത് ടൈമിൽ വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് നിങ്ങൾക്ക് സൗകര്യമുള്ള ഏത് ടൈമിൽ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്കിത് ഉപയോഗിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്